ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വ്ലോഗ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുട്ടൂസിൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് നാളെ. അപ്പം അതിന് കുറച്ച് ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ട്. പിന്നെ മന്ത്ലി നടത്തുന്ന ഒരു ഷോപ്പിങ്ങും നടത്തിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് കണ്ടാലോ, നമുക്ക് എന്തൊക്കെയാണെന്ന് കണ്ടാലോ, കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് അഞ്ജുവിൻ്റെ ബർത്ത്ഡേക്ക് ആവശ്യത്തിന് വാങ്ങിയ സാധനങ്ങൾ കാണാം. ഇതാണ് ഏതൊക്കെയാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പം ഇത്ര സാധനങ്ങൾ നമ്മൾ പർച്ചേസ് ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഓരോന്ന് അൺബോക്സ് ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക്. അപ്പോൾ കാശ് നമ്മൾ കുട്ടൂസിന് വാങ്ങിയത് ഫസ്റ്റ് അൺബോക്സ് ചെയ്യാം. പരിപാടിക്ക് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത് നോക്കാം. ഇത് കുട്ടൂസിനുള്ള ഷൂ ആണ് കേട്ടോ. ഞാനിവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ പ്രൈസും ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ. പിന്നെ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ആ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും, അത്ര തന്നെ. അപ്പം നിങ്ങൾ വേണ്ടെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ലൈറ്റ് കത്തുന്ന ടൈപ്പാണ്. ഇത് ചവിട്ടിയാൽ ലൈറ്റ് കത്തും. അതാ കത്തി. ഇത് നടക്കുമ്പം ലൈറ്റ് കത്തും ഗൈസ്. ആ കാൽമൽ ഇട്ട് കൊടുക്കരുത്. കാൽമൽ നാളെ ഇന്നല്ല നാളെ. കാൽമടിയേ കാൽമൽ ഇട്ടിടുക. അപ്പൊ അടുത്ത നമുക്ക് ഇതൊരു പാക്കാണ്. അപ്പം ഇതൊക്കെ ഞാൻ ഓൾറെഡി പൊട്ടിച്ചിട്ടുണ്ട്. സാധനം എന്താ നോക്കിയില്ല, പൊട്ടിച്ച് ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇത് മോനിലെ ഷർട്ടാണ് കേട്ടോ. ഒരു ഫുൾ സ്ലീവിൽ മെറൂൺ ആൻഡ് റെഡ് മിക്സ് ആയിട്ടുള്ള ഒരു കളറിലുള്ള ഫുൾ സ്ലീവ് ഷർട്ടാണ് കേട്ടോ. നല്ല ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഇതിൻ്റെ ക്ലോത്തിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ ക്ലോത്തും കണ്ടിട്ടാണ് ഞാനിത് പർച്ചേസ് ആക്കിയത്. നല്ല സോഫ്റ്റ് ക്ലോത്തുമാണ്, കുട്ടികൾക്ക് കംഫേർട്ടായിട്ടിട്ട് നിൽക്കാൻ പറ്റിയ ഷർട്ടാണ് കേട്ടോ അത്. ഇതാണ് സെക്കൻഡ് പ്രൊഡക്റ്റ് വരുന്നത്. ഇനി നമുക്ക് തേർഡ് പ്രൊഡക്റ്റ് എന്താണെന്ന് നോക്കാം. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള പേഴ്സിൻ്റെ ഓയിൽ ആൻഡ് ക്ലിയർ ആൻഡ് ഗ്ലോയിങ്ങിൻ്റെ ഒരു ബോഡി ലോഷനാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. അപ്പം ഇത് യൂസ് ആക്കിയിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ പോസ്റ്റ് ആക്കുന്നുണ്ട്. അപ്പം ഇതാണ് അടുത്ത ഇത്. പിന്നെ നമ്മൾക്ക് ഉള്ളത് അഞ്ജുമോന് പാരച്യൂട്ടിൻ്റെ ഒരു ബേബി ജെൻറ്റൽ വാഷാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ആക്കുന്നത്. ബട്ട് സ്മെല്ലല്ല, സൂപ്പർ സ്മെല്ലാണ്. ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ ഞാൻ വേറെ പോസ്റ്റ് ആക്കാം. പിന്നെ അടുത്തത് പാരച്യൂട്ടിൻ്റെ തന്നെ ഒരു ബേബി ഷാമ്പു ആണ്. പാരച്യൂട്ടിൻ്റെ ഓയിലൊക്കെ ഞാൻ യൂസ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഭയങ്കര നല്ല ഇഷ്ടമുള്ള സാധനം കേട്ടോ. ഇതും നല്ല സെയിം സ്മെല്ലാണ്, ബട്ട് എന്താ പറയുക, നല്ലതാണ് എന്നാണ് കമൻറ്റിൽ. ഇത് ഒരു കോക്കനട്ട് ഓയിലും ടെൻഡർ കോക്കനട്ട് വാട്ടറൊക്കെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ ഷാമ്പു. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ വേറെ പോസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ വലിയൊരു മുന്തൻ ബോക്സ് ഉണ്ട് ഗൈസ്. അപ്പം ഇതൊക്കെ ഞാൻ പല ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് പർച്ചേസ് ആക്കിയിട്ടുള്ളത്. മീഷോയിൽ നിന്ന് പർച്ചേസ് ആക്കിയതുണ്ട്, അതുപോലെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ആക്കിയതുണ്ട്. നമുക്ക് അടുത്ത പെക്കെന്ന് പിടിച്ചേക്കാം. അപ്പം കുറച്ച് ഭീമം നല്ല വെയിറ്റുള്ള കേട്ടോ. നമുക്ക് എന്താ നോക്കാം. ഇതും പാരച്യൂട്ടിൻ്റെ ബേബി ലോഷനാണ് വരുന്നത്. കോക്കനട്ട് ഓയിലും കോക്കനട്ട് മിൽക്കും മിക്സ് ആയിട്ടുള്ള തന്നെ കേട്ടോ. പാരച്യൂട്ടിൻ്റെ പ്രൊഡക്ട്സുകളൊക്കെ കോക്കനട്ട് ഓയിലും അതുപോലെ മിൽക്കൊക്കെ മിക്സ് ആയിട്ടുള്ള പ്രോഡക്റ്റ്സാണ് വരുന്നത്. അപ്പോൾ ഇത് ലോഷൻ ഞാൻ പൊട്ടിച്ചിട്ട് പോലില്ല കേട്ടോ. യൂസ് ചെയ്യുന്ന റിവ്യൂ അത് ഞാൻ വേറെ പോസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ അടുത്തത് ഇതിലുള്ളത് പിന്നെ ഒരു മാമത്തിൻ്റെ റോസ്മേരി ഹെയർ ഗ്രോത്ത് ഓയിൽ വാങ്ങിയിട്ടുണ്ട്. ഇത് ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ അത് വാങ്ങിയിട്ടുള്ളത്. ഡെലിവറിക്ക് ശേഷം നല്ല ഹെയർ ഫോളും
ഡ്രാൻഡ്രഫും പിന്നെ അപ്പം ആക്സിഡൻ്റ് ആയിട്ട് ഫുൾ ബെഡ് റെസ്റ്റിൽ തന്നെ ആയതുകൊണ്ട് ഫുള്ള് ഒക്കെ പോയി കിടക്കുകയാണ് ഹെയർ എന്നൊക്കെ. അപ്പോൾ അതൊന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റിവ്യൂസ് ഞാൻ വേറെ പോസ്റ്റ് ആക്കണ്ട്. പിന്നെ ഇതിലുള്ളത് പിന്നെ ബാർ അനറ്റോമി ടി ഈസി ആൻറ്റി ഡാൻഡ്രഫ് ഫ്ലസ് കണ്ടീഷണറും പിന്നെ സെയിം ബ്രാൻഡിൻ്റെ തന്നെ ഷാമ്പു ആണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. അപ്പം ഇത് ഡാൻഡ്രഫിന് വാങ്ങിയ ഒരു ഷാമ്പും കണ്ടീഷണറും ആണ്. അപ്പം ഇത് യൂസ് ചെയ്താൽ എന്താണ് എൻ്റെ റിവ്യൂ വരുന്നതെന്ന് അത് വേറെ പോസ്റ്റ് ആക്കണ്ട്. ഇത് ഞാൻ കുറേ സെലിബ്രിറ്റീസുകളും അതുപോലെ വ്ളോഗേഴ്സും റീൽസും ഒക്കെ ഇടുന്നവർ പോസ്റ്റ് ആക്കി ഓൾക്ക് യൂസ് ആക്കിയിട്ട് നല്ല റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനത് പേഴ്ച്ചേസ് ആക്കിയത്. അപ്പം ഇതും നമുക്കൊന്ന് യൂസ് ചെയ്ത് നോക്കാം. പിന്നെ അടുത്ത പ്രൊഡക്റ്റ് വരുന്നത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് തന്നെയാണ്. ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യം അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ഈ സൈഡിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ ഒക്കെ ഉണ്ടാവും പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്, അത് പർച്ചേസ് ചെയ്യാനുള്ളത്. പിന്നെ പാരച്യൂട്ടിൻ്റെ തന്നെ ഒരു ബേബി ക്രീമാണ് കേട്ടോ. നമ്മൾ ഫേസ്, നെക്ക് അതുപോലെ ബേബീസിൻ്റെ ഈ കട്ടി ഉള്ള ടൈപ്പ് ജോയിൻ്റ്, മുട്ട് അതുപോലെ അങ്ങനത്തെ ഏരിയകളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബേബി ക്രീമാണ്. അതും പാരച്യൂട്ടിൻ്റെ തന്നെ. ഇത് മോയ്സ്ചറൈസിങ് ഫോർ 24 hours എന്നാണ് അവർ പറയുന്നത്. അപ്പം ഇതും യൂസ് ചെയ്തിട്ട് അത് വേറെ റിവ്യൂ ഇടാം. പിന്നെ ഇത് മീഷോൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ മീഷോന്ന് ഒരു ബാംഗിൾസ് വാങ്ങിയാണ് കേട്ടോ. ഇതിൻ്റെ ഡിസൈനാണ് കേട്ടോ പൊളി. ഇത് ഭയങ്കര ഇഷ്ടമായി, നല്ല ഇഷ്ടമായിട്ടുണ്ട്. ഇത് എന്താ പറയുക, നല്ല സ്റ്റോണായിട്ട് ക്യാമറയിൽ എങ്ങനെ അറിയണ്ടോയെന്ന് അറിയില്ല, നല്ല സ്റ്റോൺ വർക്കൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് 2 പീസാണ് ഇതിൽ വരുന്നത്. ഇത് മീഷോൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ. എനിക്കങ്ങനെ നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ സാരി ഫങ്ഷൻ, പാർട്ടി, നൈറ്റ് പാർട്ടിയൊക്കെ പോകുമ്പോൾ അതൊക്കെ തിളങ്ങി നിൽക്കണം എന്നുണ്ടെങ്കിലും ഗോൾഡ് ഇടാൻ പറ്റാത്തവർക്ക് ഇടണം എന്നുണ്ടെങ്കിലൊക്കെ നല്ല പ്രൊഡക്റ്റാണ്. അപ്പോൾ ഗൈസ് എന്തെങ്കിലും ബാംഗിൾസ് ഇട്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പക്ഷെ ഇത് എനിക്ക് വാങ്ങിയതല്ല, ഉമ്മക്ക് വാങ്ങിയതാണ് കേട്ടോ എൻ്റെ. അപ്പം ചെറിയൊരു ഫങ്ഷൻ ഉണ്ടായതുകൊണ്ട്, മോൻ്റെ ബർത്ത്ഡേൻ്റെ ഫങ്ഷൻ ഉണ്ടായതുകൊണ്ട് ഞാനിടാൻ വാങ്ങിയതാണ്. മകു ഗോൾഡ് ഉണ്ട്, ബട്ട് എനിക്കിപ്പോൾ ഗോൾഡ് വാങ്ങിക്കൊടുക്കാൻ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഞാൻ ഇത് വാങ്ങി കൊടുക്കാണ്ടോ. നല്ല 2 പീസ് ഉണ്ട്. അല്ല സൈസ് കറക്റ്റായാൽ രണ്ടും നല്ല രസമുണ്ട് കേട്ടോ. നല്ല സ്റ്റോൺ വർക്കൊക്കെ വരുന്നിട്ട്. പിന്നെ ഇത് ഇക്കാക്ക് വാങ്ങിയിട്ടുള്ളൊരു ഷർട്ടാണ്. അൻസൂനും ഇക്കാക്കും ഒരേപോലത്തെ ക്ലോത്തും സെയിം കളറുമാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഫോണിൽ കാണുമ്പം നല്ല റെഡായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇതൊരു മെറൂണും ഒരു കുത്തുന്ന റെഡും ആയിട്ടാണ് കേട്ടോ അത് ഫീലാവുന്നത്. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. സെയിം ക്ലോത്ത് തന്നെയാണ് കേട്ടോ. സൈസൊക്കെ കറക്റ്റഡാണ്. കണ്ടില്ലേ, ഈ നല്ല സോഫ്റ്റ് ക്ലോത്തുമാണ് കേട്ടോ. പിന്നെ നമുക്ക് അടുത്തത് വരുന്നത് മീഷോ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പം ഇത് ഞാൻ 2 പീസ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഇത് റയോൺ മെറ്റീരിയൽസിൽ വരുന്നൊരു കുർത്തി സെറ്റാണ് കേട്ടോ വരുന്നത്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ. ഞാൻ ഇതിൻ്റെ കളറും പ്രിൻറ്റും കണ്ട് വാങ്ങിയതാണ്. അപ്പോൾ ഇതിന് ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുക്കാം. എനിക്കിപ്പം കാലിന് വയ്യാത്തതുകൊണ്ട് ഇട്ട് കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ഫോട്ടോ സൈഡിൽ മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഇഷ്ടമായി, നല്ല ഇഷ്ടമാണ്. ഇത് ഒരു 5XL ആണോ അതോ 6XL ആണോ എന്ന് എനിക്കറിയില്ല. അതുവരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ. ഇങ്ങനത്തെ ഈ സെയിം കുർത്തീസിൻ്റെ പല പാറ്റേൺസിൽ യൂസ് ചെയ്ത് ഇത് 3ാമത്തെ ടൈപ്പ് പാറ്റേണാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിന് മുമ്പ് റോസ് വാങ്ങിയിട്ടുണ്ട്, അതുപോലെ ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ബ്ലൂ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പർപ്പിൾ കളറും ടോട്ടലി ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു കളർ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒക്കെ തന്നെ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഇത് 2 പീസ് വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്തൊരു പാർസൽ കൂടി ഉണ്ട്, പോയി നോക്കാം.
അപ്പം ഇത് കുട്ടൂസിന് ഒരു കാർഗോ ടൈപ്പ് പാൻ്റാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു കുറച്ച് ലെങ്ത് കയറുന്നാണ് കേട്ടോ തോന്നുന്നത്. പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാനില്ലേ ഇതിൻ്റെ ഈ വർക്ക് കണ്ടിട്ട് വാങ്ങിയതാണ്. ഇവന് ഫസ്റ്റ് ടൈം ആട്ടത് വാങ്ങുന്നത്. കാർഗോ പാൻറ് ഉണ്ട്, ബട്ട് ഇങ്ങനത്തെ പാൻറ് ഈ ഒരു ഡിസൈനിങ്ങിൽ ഫസ്റ്റ് ടൈമാണ്. ഞാൻ ഈ ഡിസൈൻ കണ്ടെടുത്തോ, ബട്ട് ഇക്കവരെ മടക്കി അടിച്ചേണ്ടി വരും തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കും. അപ്പം ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. കുട്ടികൾ നല്ല സോഫ്റ്റാണ്. പക്ഷേ നമ്മൾ സാധാ ഈ ജീൻസിൻ്റെ ക്ലോത്ത് തന്നെ, ബട്ട് നല്ല ഹാർഡായിട്ടുള്ള ക്ലോത്ത് അല്ല. ബേബീസിന് നല്ല കംഫർട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുക, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. ബട്ട് സെയിം ജീൻസ് തന്നെയാണ് അല്ലേ. ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഞാൻ അവിടെ കാട്ടും കാണാൻ അതിൻ്റെ തിരക്കിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ അവിടെ ഇരിക്കുന്നത്. അത് വേറെ കാര്യം, എൻ്റെ വീഡിയോ എടുക്കാനൊക്കെ സമ്മതിക്കുന്നത്. അപ്പം നമ്മൾ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ ഇത്ര പ്രൊഡക്റ്റാണ് ഇപ്പോൾ നമ്മൾ പർച്ചേസ് ആക്കിയിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് പർച്ചേസ് ആക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പർച്ചേസ് ആക്കിക്കോളൂ. ഞാൻ ലിങ്കും ഒക്കെ കമൻറ്റ് കൊടുക്കുന്നുണ്ട്. എന്നാലും എനിക്ക് കിട്ടിയ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ നല്ല പ്രോഡക്ട്സുകളാണ്. നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കാം. അപ്പം എന്തായാലും ഓക്കെ, ബൈ.